ഓക്കെ, ഇനി നമുക്ക് പൈത്തൺ കസ്റ്റം ഫങ്ഷൻസിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതിന് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ലൈക്ക് എ മെഷീൻ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ടാസ്ക് ചെയ്യുന്ന ഒരു ലൈക്ക് എ മെത്തേഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു കോഡ് ബ്ലോക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിന് ചിന്തിക്കാം. റിയൽ ലൈഫിൽ നമുക്കതുപോലെയുള്ള എന്താ പറയുക എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ മിക്സർ ഗ്രൈൻഡർ, അതെല്ലാം ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫങ്ഷനാണ്. മിക്സർ ഗ്രൈൻഡർ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ജ്യൂസിന് ആവശ്യമായ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് അരച്ച് തരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ചെയ്യുന്നത് നമുക്ക് ക്ലോത്ത്സ് വാഷ് ചെയ്ത് തരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയെല്ലാം അതിനൊരു ഡിഫോൾട്ട് ബിഹേവിയർ ഉണ്ട്. നമുക്കതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സെറ്റിങ്സ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിഫോൾട്ട് ബിഹേവിയർ ഉണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വെറുതെ ഇത് ഓണാക്കി വെറുതെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്വിക്ക് വാഷ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആയിരിക്കും. അതല്ല, നമുക്കതിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ബെഡ്ഷീറ്റ്സ് അങ്ങനെ ചേഞ്ച് ചെയ്ത് വാഷിംഗ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ബട്ട് ഡിഫോൾട്ട് ബിഹേവിയർ എന്ന് പറയുന്നത് ക്വിക്ക് വാഷ് ആയിരിക്കും. എന്ന് പറഞ്ഞ പോലത്തെ ഒരു കൺസെപ്റ്റാണ് ഈ ഫങ്ഷൻ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഓർ കസ്റ്റം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം നമുക്ക് കാണാം. ഇപ്പോൾ നേരത്തെ കണ്ട ഗ്രീറ്റ് ഫങ്ഷൻ തന്നെ ഞാൻ ഒന്നുകൂടെ റൈറ്റ് ചെയ്യുവാണ്. ബട്ട് ഇതിൻ്റെ അകത്ത് ഒരു വേരിയബിൾ പാസ് ചെയ്യുന്നു. ഓക്കെ, നെയിം പ്രിൻറ്റ് ഹലോ. ഇതൊന്ന് കൺകാറ്റിനേറ്റ് ചെയ്താം. സോ നെയിം. അപ്പോൾ ഞാനിവിടെ വിളിക്കുമ്പോൾ എന്താണോ ഞാൻ നെയിമിൽ പാസ് ചെയ്യുന്നത് ആ പേരായിരിക്കും ഇവിടെ വരുന്നത്. സോ ഗ്രീറ്റ് സജിൽ എന്ന് പറഞ്ഞ് കൊടുത്താൽ എനിക്ക് ഹലോ സജിൽ എന്ന് പറഞ്ഞ് കിട്ടും. അതല്ല, വേറൊരു പേരാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ എനിക്ക് അതായിരിക്കും പ്രിൻറ്റിൽ കിട്ടുന്നത്. ഓക്കെ, സോ ഇനി ഇവിടെ ഞാൻ നെയിമിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഞാൻ ഗസ്റ്റ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നൗ സപ്പോസ് ഞാൻ ഗ്രീറ്റ് വിളിക്കുമ്പം ഒരു ആർഗ്യുമെൻറ്റും പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് നെയിമിൻ്റെ അകത്ത് ഗസ്റ്റ് എന്ന് പറഞ്ഞ് ഉണ്ടാവും. സോ വെറുതെ ഗ്രീറ്റ് വിളിച്ചാൽ എനിക്ക് ഹലോ ഗസ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടും. ഇതതിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയറാണ്. നേരെ മറിച്ച് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ഒരു വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സ്പെസിഫിക് പേഴ്സണിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽക്കം മെസ്സേജ് ആയിരിക്കും കിട്ടുന്നത്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പറയുന്ന ഇൻറ്റേർണൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ ഡിഫോൾട്ട് വാല്യൂസ് സെറ്റ് ചെയ്യാം. നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ വെച്ചിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്യും. സോ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ കൺസെപ്റ്റിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ടായിട്ട് വാഷിംഗ് മോഡ് എന്ന് പറയുന്നത് ക്വിക്ക് വാഷ് എന്ന് പറയുന്ന മോഡാണ്. അപ്പോൾ നമ്മളൊന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ക്വിക്ക് വാഷ് മോഡിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ വാഷിംഗ് സെറ്റിങ്സ് ഒരു പർട്ടിക്കുലർ സെറ്റിങ്സിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ബെഡ്ഷീറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി ഡർട്ട് റിമൂവൽ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹെവി സെറ്റിങ്സിലായിരിക്കും അത് റൺ ആവുന്നത്. സോ ഇതേ സെയിം കൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത്. ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇത് പലപ്പോഴും നിങ്ങൾ അഡ്വാൻസ്ഡ് കോഡ് അല്ലെങ്കിൽ ലൈബ്രറി യൂസേജിലൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു യൂസ് കേസാണ്. സോ അത് എങ്ങനെ അത് നമുക്ക് മാനുവലായിട്ട് നമ്മൾ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പം എങ്ങനെ നമുക്ക് ആ ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എങ്ങനെ അതിനെ മോഡിഫയബിൾ ആക്കി കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു ചെറിയ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത്.